ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് കോളേജിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ. എനിക്ക് എക്സാമാണ്, അപ്പോൾ അതിന് വേണ്ടി റെഡി ആവുന്നതാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ യൂണിഫോമാണ്, യെല്ലോ കളർ വരുന്നത്. ഇതിൻ്റെ അടിയിൽ പാൻറ്റ്, ഞങ്ങളുടെ പ്രാക്ടീസ് സാരിയാണ് കേട്ടോ, യൂണിഫോം സാരി. ദെൻ അങ്ങനെ പ്രാക്ടീസ് സാരി എല്ലാം കൊടുത്ത് അതിന് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള എങ്ങനത്തെ ബ്ലൗസ് വാങ്ങിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പഴയ സാരിയുടെ ബ്ലൗസ് ആട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പിന്നെ എക്സാംസിന് പോകുമ്പോൾ അത്യാവശ്യം നന്നായി തന്നെ ഒരുങ്ങണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കണ്ണൊക്കെ എഴുതി, ഐബ്രോ ഒക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത്, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഒരുങ്ങണം. അതിന് ശേഷം എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത ഒരു കമ്മൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിന് നല്ല മാച്ചായി തോന്നിയപ്പോൾ അത് മയിൽപ്പീലിയുടെയൊക്കെ ഒരു ഇത് വരുന്ന പോലത്തെ കമ്മലാട്ടോ. അപ്പോൾ അത് വെയർ ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ മാല ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ മാലയാണ് ഞാൻ അതിന് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ശേഷം ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തു. അങ്ങനെ ബസ് വന്നു. അതിന് ശേഷം അതിൽ കയറി ഞങ്ങൾ കോളേജ് എത്തി കേട്ടോ. ഞങ്ങളുടെ കോളേജാണത്, അലയൻസ് യൂണിവേഴ്സിറ്റി കേട്ടോ. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മെയിനായിട്ട് പറയാനുള്ളത് പ്രകൃതിയും കോളേജും അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം പ്രകൃതിയായിട്ട് എത്രത്തോളം വേണമെങ്കിൽ ചേരാം, എത്ര സ്പേസ്, ആ സ്പേസൊക്കെ മാക്സിമം മരങ്ങൾ, അങ്ങനെ മരങ്ങളുടെ ഇടയിൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കോളേജാട്ടോ ഞങ്ങളുടെ. ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ പേരുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഓരോ സെക്ഷനും ഓരോ പേരുകളാട്ടോ. അപ്പോൾ അതിൽ ആദ്യം കണ്ടില്ലേ, അത് ആനന്ദ ആഹാര്യ എന്നാട്ടോ ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്ന ഏരിയയുടെ ക്യാൻറ്റീനിലെ പേര്. പിന്നെ ഞങ്ങൾക്ക് സ്റ്റാഫ്സൊക്കെ ഇരിക്കണം അവിടെ ആചാര്യ ഭവൻ. പിന്നെ പാഠശാല പറയുമ്പോൾ തിയറി ഏരിയ ആണ് കേട്ടോ. ഇത് ഞങ്ങളുടെ സ്റ്റേജൊക്കെ വരുന്ന ഏരിയയാണ്. അതിനുശേഷം ഇത് ഞങ്ങളുടെ കളരി എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽസിനുള്ള ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എക്സാംസിനുള്ളവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാനും കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു കേട്ടോ. അത്യാവശ്യം തോനെ ഉണ്ടായിരുന്നു നോക്കാൻ, തരംഗൻ ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്ലേറ്റും കുറച്ച് ഡാൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കി കേട്ടോ. എക്സാംസും വലിയ കുഴപ്പമില്ലാതെ നന്നായി ചെയ്തു കേട്ടോ. ഈ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേക ഭംഗിയാട്ടോ കാണാൻ. കാരണം ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്കാട്ടോ ഞങ്ങളുടെ കോളേജിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉള്ളിലാണെങ്കിലും ഓരോ ഏരിയയ്ക്കും പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുറത്ത് പോകാണ് കേട്ടോ. കാരണം കുറച്ച് പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. വീട്ടിലേക്കാണെങ്കിൽ ഞങ്ങൾ സെയിം യൂണിഫോം തന്നെ ഇട്ടിട്ട് പോകും. അപ്പോൾ വീട്ടിലേക്ക് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോയി. അങ്ങനെ ലഞ്ച് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം പർച്ചേസൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി.